ഭഗവാൻ വളരെ ലളിതമായിട്ട് ചെയ്ത് കാണിച്ച കാര്യങ്ങളാണ്. ആ ലളിതമായിട്ട് ചെയ്ത് കാണിച്ച കാര്യങ്ങളെ നമ്മുടെ ജീവഭാവത്തിനെ കളഞ്ഞിട്ട് ഭഗവാന്റെ ഭാവത്തിനെ പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം എന്ന് നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യണത്? അദ്ദേഹത്തിലേക്ക് നമ്മുടെ സ്വഭാവങ്ങളെ കുത്തിക്കയറ്റിയിട്ട് നമ്മൾ ആ രൂപസങ്കല്പത്തെ പോലും നശിപ്പിക്കണം. ഗുരുവായൂരപ്പനെ തൊഴുതിട്ട് ഞാൻ അപ്പുറത്ത് മമ്മിയൂർ പോയില്ലെങ്കിൽ ശിവൻ ദേഷ്യപ്പെടില്ലേ? ശിവനെ തൊഴാണ്ട് ഞാൻ ശിവനെ തൊഴിട്ട് ഗുരുവായൂരപ്പനെ തൊഴാണ്ട് പോയാൽ ഗുരുവായൂരപ്പൻ കണ്ണൂരിട്ടില്ലേ? ഇതൊക്കെ മനുഷ്യൻ്റെ പ്രശ്നമാണ്. നമ്മൾ ഈ വീട്ടിൽ കയറിയിട്ട് അപ്പുറത്തെ വീട്ടിൽ കയറിയില്ല എന്നുള്ള പരാതി പറഞ്ഞത് മനുഷ്യനാണ്. ഭഗവാൻ ഈ വിഷയമൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ തവണ പോയപ്പോൾ ഭഗവാൻ ഈ വഴിപാട് ചെയ്താണ്, ഇത്തവണ പോയപ്പോൾ ഭഗവാനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിന് ഭഗവാൻ എന്നെ ശപിക്കുമോ സാറേ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ആൾക്കാർ. ഭഗവാനിൽ നമ്മൾ നമ്മുടെ ഗുണങ്ങളെ ആരോപിച്ചിട്ട് ആരാധിക്കുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ കൂടുതൽ മായപ്പെടുകയും ചെയ്യും. അത് ചെയ്യരുത്. നമ്മൾ ഭഗവാന് വെണ്ണ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ വെണ്ണ എൻ്റെ മനസ്സാണ് ഭഗവാനെ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ടല്ലോ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്കുണ്ടാവുന്ന ഗ്രേസ് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഭഗവാന് വെണ്ണ ഇഷ്ടമാണ്, വെണ്ണ ഇഷ്ടമാണ്, വെണ്ണ ഇഷ്ടമാണ്, നന്ദിനിയുടെ വെണ്ണ ഇഷ്ടമുള്ളൂ, മിൽമയുടെ വെണ്ണ ഇഷ്ടമല്ല. ഇപ്പോൾ അങ്ങനെയാണല്ലോ, ഇന്നവിടുത്തെ വെണ്ണ മാത്രമേ കൊണ്ടുവരാൻ പാടുള്ളൂ എന്നൊക്കെ ചില ക്ഷേത്രങ്ങളൊക്കെ ഇപ്പോൾ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതുപോലുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ ഭേദഭാവന എന്തിനാ ഭഗവാനിലേക്ക് അടിച്ചു കയറ്റുന്നത്? അത് ശുദ്ധബോധ വസ്തുവാണ്. ആ ശുദ്ധബോധ വസ്തുവാണെന്നുള്ളത് ഭഗവാന്റെ ഓരോ 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 ലീലയിലും കാണിക്കുന്നു. ഇപ്പം മനസ്സിന്